ജീവന്റെ സാന്നിധ്യമില്ലാത്തതിന്റെ പേരിൽ അറിയപ്പെടുന്ന ചാവുകടലിന് സമീപം അത്ഭുതകരമായി ശുദ്ധജല തടാകങ്ങളും സസ്യങ്ങളും മത്സ്യങ്ങളും പ്രത്യക്ഷപ്പെട്ടു. കടുത്ത ഉപ്പുരസം കാരണം ജീവികൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഈ പ്രദേശത്തുണ്ടായ മാറ്റങ്ങൾ 2500 വർഷങ്ങൾക്ക് മുൻപുള്ള ബൈബിൾ പ്രവചനങ്ങൾ സത്യമാകുന്നതിന്റെ സൂചനയാണെന്നാണ് വിശ്വാസികളുടെ അവകാശവാദം. ലോകാവസാനം, ക്രിസ്തുവിന്റെ രണ്ടാം വരവ്, പ്രകൃതിയിലെ മാറ്റങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ബൈബിളിലെ എസെക്കിയേൽ, സഖറിയ എന്നീ പ്രവാചകന്മാർ പ്രവചിച്ച കാര്യങ്ങൾക്ക് സമാനമാണ് ഈ സംഭവങ്ങളെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ശാസ്ത്രജ്ഞരുടെ വിശദീകരണം ഇങ്ങനെയാണ്: എന്നാൽ ഇത് ലോക അവസാനത്തിന്റെയോ അത്ഭുതങ്ങളുടെയോ തുടക്കമല്ലെന്നും കൃത്യമായ ശാസ്ത്രീയ കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു. ചാവുകടലിലെ വെള്ളത്തിന്റെ അളവ് അതിവേഗം കുറഞ്ഞു വരുമ്പോൾ ഭൂമിക്കടിയിലുള്ള ശുദ്ധജല സ്രോതസ്സുകൾ പുറത്തേക്ക് വരുന്നതാണ് ഈ പ്രതിഭാസത്തിന് കാരണം. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് താഴേക്ക് ഒഴുകിയെത്തുന്ന മഴവെള്ളം ഭൂഗർഭ പാറകൾക്കിടയിലൂടെ ഇത്തരം കുഴികളിൽ എത്തിച്ചേരുകയും പുതിയ ചെറിയ ആവാസ വ്യവസ്ഥകൾ രൂപപ്പെടുകയും ചെയ്യുകയാണ്. ചാവുകടൽ വറ്റുന്നത് മൂലം പ്രദേശത്ത് 5000-ത്തിലധികം ഭൂമിയിടിച്ചിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ടെന്നും ഇത് പരിസ്ഥിതി നാശത്തിന്റെ ഭാഗമാണെന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുകയും ചെയ്തു. മരണത്തിന്റെ കടൽ എന്നാണ് ചാവുകടലിനെ വിളിക്കുന്നത്. ജലോപരിതലത്തിലെ ഒരു വസ്തുവും താഴ്ന്നു പോവില്ല എന്നതിനാലാണ് ചാവുകടൽ ലോകപ്രശസ്തമായത്. ജലത്തിന് മുകളിൽ മലർന്നു കിടന്ന് പുസ്തകങ്ങളും മറ്റും വായിക്കുന്ന സഞ്ചാരികളുടെ ചിത്രങ്ങൾ ഇവിടത്തെ സ്ഥിരം കാഴ്ചയാണ്. പടിഞ്ഞാറ് ജൂദായുടെയും കിഴക്ക് ജോർദാനിയൻ പീഠഭൂമികളുടെയും ഇടയിൽ കരകളാൽ ചുറ്റപ്പെട്ട ഈ ഉപ്പുജല തടാകത്തിലെ ഉയർന്ന ലവണാംശം കാരണം ജീവജാലങ്ങൾക്ക് വളരാൻ സാധിക്കില്ല എന്നതാണ് ആ പേര് വരാൻ കാരണം. എന്നാൽ ചാവുകടൽ സ്വയം മരണത്തിലേക്ക് പോവുകയാണോ? നേരത്തെ ആണ് എന്ന് വിദഗ്ധർ പറഞ്ഞിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന ജലാശയമായ ചാവുകടലിൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ജലത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നതായി കണ്ടെത്തിയത്. മഴയാവട്ടെ 100 മീറ്ററിൽ താഴെ ലഭിക്കുന്നുള്ളൂ. ശരാശരി വാർഷിക മഴ 0.6 മില്ലിമീറ്റർ കുറഞ്ഞുവെന്നും ശരാശരി വാർഷിക താപനിലയിൽ 0.059 ഡിഗ്രി സെൽഷ്യസ് വർധനവുണ്ടായെന്നും ജോർദാൻ കാലാവസ്ഥാ വകുപ്പിന്റെ കഴിഞ്ഞ 40 വർഷത്തിനിടയിലെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. തന്മൂലം ചാവുകടലിന് ചുറ്റുമുള്ള ഭൂപ്രകൃതി തന്നെ മാറി. ജോർദാനെയും ഇസ്രായേലിനെയും സംബന്ധിച്ച് സാമ്പത്തിക മൂല്യമുള്ള പ്രദേശമാണ് ഇവിടം. ഇതിന്റെ ഇരുവശങ്ങളിലും റിസോർട്ടുകൾ ധാരാളമുണ്ട്. കൂടാതെ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇരുകരകളിലുമുള്ള കമ്പനികളുടെ പ്രവർത്തന ഫലമായി പ്രതിവർഷം 650 ദശലക്ഷം ഘനമീറ്റർ ജലം പാഴാക്കപ്പെടുന്നതും ജലനിരപ്പ് കുറയുന്നതിന് കാരണമാകുന്നു. കാര്യങ്ങൾ ഇതേ രീതിയിൽ തുടർന്നാൽ 2050ഓടെ ചാവുകടൽ ഏറെക്കുറെ ഇല്ലാതാകുമെന്നായിരുന്നു നേരത്തെ വിദഗ്ധരുടെ മുന്നറിയിപ്പ്.